അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതാ ഒരു ഹാഫ് ഡേ വ്ളോഗാണ്. കുക്കിംഗ് ആണ് മെയിൻലി. ഞാൻ വിചാരിച്ചേ എനിക്കൊക്കെ പലപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ലഞ്ച് മെനു ഷെയർ ചെയ്യാമെന്ന്. വെജ് മെനു ആണ്, നോൺ വെജ് ഇല്ല ഇന്ന്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദാലും ചോറും പിന്നെ ബ്രിഞ്ചാൽ തോരനും പൊട്ടറ്റോ ഫ്രൈയും. പൊട്ടറ്റോ ഫ്രൈ ഞങ്ങളുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഇതാ രാവിലെ എണീറ്റിട്ട് ആദ്യം ഈ ജനലെല്ലാം തുറക്കലാണ്. എൻ്റെ കിച്ചൺ ഭയങ്കര ടൈനി കിച്ചണാണ്. പക്ഷേ മാഷാ അല്ലാ വ്യൂ അടിപൊളിയാട്ടോ. ഈവൻ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അത് ഞാൻ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു, ബാൽക്കണീൻ്റെ. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇച്ചിരി ലേറ്റാണ്. കുറച്ചുകൂടി നേരത്തെ ഇത് കാണുകയാണെങ്കിൽ നല്ല വ്യൂ. ഇൻഷാ അല്ലാ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. സൺസെറ്റിന് മുമ്പ് ഒരു വ്യൂ അല്ലേ, അടിപൊളി വ്യൂ. അപ്പോൾ ദാ തലേന്ന് എന്തെങ്കിലും ഫുഡ് ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ ആ കറി തന്നെ ഏകദേശം എല്ലാ വീട്ടിലും തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അത് ചൂടാക്കാനായിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ദാൽ വെള്ളത്തിലിട്ട് വെക്കലാണ്. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ ദാല്, പയർ, കടല അതൊക്കെയല്ലേ, അത് നമ്മൾ തലേന്ന് വെള്ളത്തിൽ വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും സംഭവിക്കില്ലേ, രാവിലെ എണീറ്റ് എന്താ ഉണ്ടാക്കണമെന്ന് അങ്ങനെ തീരുമാനിക്കുമ്പോൾ. അങ്ങനെ എങ്ങാനും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ചൂട് വെള്ളത്തിൽ, നല്ല തിളച്ച് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. പെട്ടെന്നാവും കേട്ടോ. ഇപ്പോൾ ദാലാകുമ്പോൾ അത്ര ഇത് വേണ്ട. കടല, പരിപ്പ് മറ്റേ ചെറുപയർ അതൊക്കെ ആണെങ്കിൽ നമ്മൾ തലേന്ന് ഇടുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയെങ്കിലും കടല എടുക്കുകയാണെങ്കിൽ കാസറോളിൽ അരമണിക്കൂർ വെച്ചാൽ മതി. രാത്രി വെച്ച് അത് മാതിരി തന്നെ ഇങ്ങനെ എല്ലാം പൊങ്ങി വരും കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ദാലായതുകൊണ്ട് അങ്ങനെ കാസറോളിൽ വെക്കുന്നില്ല, ജസ്റ്റ് ചെറിയൊരു പാത്രത്തിൽ ഇട്ട് വെക്കലാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓയിലൊക്കെ കഴിഞ്ഞുണ്ടായിരുന്നു, അപ്പോൾ ഞാനെല്ലാം റീഫിൽ ചെയ്യാണ്. ഇവിടെ ഈ പറഞ്ഞ മാതിരി അത് ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ കൂടുതലും ഈ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ വെജ് അതിനൊക്കെ കൂടുതലും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലല്ലേ എടുക്കല്ലേ, അല്ലെങ്കിൽ ബീഫ്, ചിക്കൻ, നമ്മുടെ നാടൻ സംഭവങ്ങളിൽ കോക്കനട്ട് ഓയിൽ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു ടിപ്പ്, നമ്മൾ ഈ ഓയിലൊക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇതുപോലത്തെ അതിൻ്റെ ആ ഒരു ക്യാപ്പ് ചെറുതാണല്ലോ, അപ്പോൾ സൈഡിലേക്ക് സ്പില്ലാവാൻ ചാൻസസ് കൂടുതൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്ലാബിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് ഫുള്ള് അവിടെ ഓയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് സ്റ്റിക്കി ആയിപ്പോവല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കഴുകി കൊടുത്താൽ മതി പുറത്ത്. അപ്പോൾ നമ്മുടെ കയ്യിലും ആവില്ല, അല്ലെങ്കിൽ എപ്പോൾ എടുത്താലും കയ്യിലും ആവും. അപ്പോൾ അതിനിടയ്ക്ക് വെള്ളം കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളും കുടിക്കുക, ഹെൽത്തിയാണ്. ഓർമ്മ വരുമ്പോൾ തന്നെ വെള്ളം കുടിക്കുക എപ്പോഴും. അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് നല്ല ഭംഗിയില്ല, പക്ഷേ ക്യാമറയിൽ അത്ര ഇത് കാണുന്നില്ല കേട്ടോ. 7th ഫ്ലോറിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതെല്ലാം വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും കറി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ച്. ചപ്പാത്തി റെസിപ്പിയായിട്ട് കാണിക്കണ്ടല്ലോ, മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. അപ്പോൾ ചപ്പാത്തി ഞാൻ പല വീട്ടുകളിലും കണ്ടിട്ടുണ്ട്. ചപ്പാത്തി നല്ല ചൂട് വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത്. ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ചപ്പാത്തി കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും സാധാ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇച്ചിരി ഉപ്പും നെയ്യോ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തത്. നന്നായിട്ട് കുഴച്ച് വെച്ചാൽ മതി. അപ്പം അതിനിടയ്ക്ക് വെജിറ്റബിൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു, അങ്ങനെ എല്ലാം ഒരുമിച്ച് എടുത്ത് വയ്ക്കുന്നു. എല്ലാം സൈഡ് ബൈ സൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രിഞ്ചാൽ ഞാൻ കഴുകി വെക്കലാണ്. ബ്രിഞ്ചാലൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ പോയി വാങ്ങൽ കുറവാണ്. ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പറഞ്ഞാൽ അവർ കൊണ്ടുതരും. അപ്പം അവർക്ക് അത്ര ഓർഡേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ. ബ്രിഞ്ചാൽ ഇങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഹോളുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഹോളുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും, അപ്പം വെറുതെ വേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് വാങ്ങിച്ച ബ്രിഞ്ചാൽ പകുതി വേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്ന കവർ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കും. അപ്പോൾ കവറോട് കൂടി പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇറക്കിയാൽ മതിയല്ലോ, അങ്ങനെ ചെയ്യലാണ്. അപ്പോൾ ഇത് ബ്രിഞ്ചാൽ ചെറിയ പീസായിട്ട് കട്ടാക്കുക. ഇത് സിമ്പിൾ ഒരു മെനു ആണ്. സിമ്പിൾ നമ്മുടെ ഡെയിലി ദാൽ ചാവൽ അങ്ങനത്തെ മെനു ആണ്. അധികം മസാല ഒന്നും അധികം ഇടാതെ. ഏതെങ്കിലും പൊരിക്കുന്ന സാധനമെങ്കിൽ കുറച്ച് മസാല വേണ്ടി വരും. ഞാനിപ്പം ഫിഷ്, ചിക്കൻ, ബീഫ് ഇല്ലാത്തതുകൊണ്ട് പൊട്ടറ്റോ ആണ് പൊരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് മസാല ഇടുക. ഇതൊക്കെ ജസ്റ്റ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ചെയ്യലാണ്. അപ്പോൾ വെജിറ്റബിൾ ഞാനിങ്ങനെ കഴുകുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ ഇച്ചിരി ഒരു 5 മിനിറ്റ് വിനെഗർ ഒഴിച്ച് വെക്കാം കേട്ടോ. അത് പുഴുക്ക് ഉണ്ടാവുന്നതല്ലേ, അപ്പം അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
പിന്നെ ഇതാ ചപ്പാത്തി ചുട്ടെടുക്കലാണ്. പിന്നെ ചപ്പാത്തി ചുടുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പൊങ്ങി വരണമെങ്കിൽ ആദ്യം ഫസ്റ്റ് സൈഡ് ജസ്റ്റ് ഒരു 5 സെക്കൻഡ് വെച്ചിട്ട് നെക്സ്റ്റ് സൈഡ് വെക്കുമ്പോഴാണ് തീ കൂട്ടി വെക്കുന്നത്. ഫസ്റ്റ് ചപ്പാത്തി ഇടുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം. ഒരു 5 സെക്കൻഡ്സ് വെച്ചിട്ട് നെക്സ്റ്റ് സൈഡ് ഇടുക. അതിന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഫുൾ പൊങ്ങി വരുന്നവരെ സെക്കൻഡ് സൈഡിൽ വെയിറ്റ് ചെയ്യാമല്ലോ. ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുമ്പോൾ പിന്നെയും തിരിച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് പൊങ്ങി ഇങ്ങനെ ഫുൾക്ക മാതിരി വരും കേട്ടോ. ചിലർ ഫുൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡയറക്റ്റ് തീയിലേക്ക് കൊടുക്കും. നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ചെയ്യലുണ്ട്. പക്ഷേ അത് അത്ര ഹെൽത്തി അല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ചൂടുവെള്ളത്തിലല്ല, പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് ഇത് മാതിരി വരും കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഒത്തിരി പേരുണ്ട് ഇത് അറിയാത്ത. എനിക്കും പണ്ടൊന്നും അത്ര ഇതില്ലായിരുന്നു, ചെയ്തായതാണ്. അതാ അതിനിടയ്ക്ക് ഞാൻ ദാൽ വേവിക്കാൻ വെച്ചു. പിന്നെ ബ്രിഞ്ചാൽ ഉണ്ടാക്കലാണ്. അപ്പം ബ്രിഞ്ചാൽ ചെയ്യുമ്പോൾ ഞാൻ കടുക് താളിക്കുന്നില്ല കേട്ടോ. ഡയറക്റ്റ് എല്ലാം കൂടി ഇടുക. ബ്രിഞ്ചാലല്ല, ബാക്കി എന്താ പറയുക, ഉലുവ, സവോള, പിന്നെ പച്ചമുളക്, കരിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് എണ്ണ ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്നും ഓണിയനൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫുള്ളി കാരമലൈസ്ഡ് അല്ല, അറിയാലോ ഒരു പരുവ്. നമ്മുടെ ചിലർക്ക് അത്ര ഓവർ ഓണിയൻ ഫ്രൈ ആവുന്ന ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇവിടെ കുറച്ചുകൂടി ഒരു മീഡിയം സൈസ് ഒരു ബ്രൗൺ ആവണം, അപ്പോഴാണ് ഒരു ഫ്ലേവർ വരിക. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ഇടുന്ന ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. കടുകൊക്കെ താളിക്കുമ്പോൾ അങ്ങനെ ചെയ്യല്ല കേട്ടോ. കടുക് താളിക്കുമ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഇടാമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് വയറുവേദന അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ മറ്റേ റാഗി ഉണ്ടാക്കാൻ, മോക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും നിങ്ങളുടെ വീട്ടിൽ 4 ബർണർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ 2 ആയതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്നും ചെയ്തിട്ട് ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതാ ഓണിയൻ ജസ്റ്റ് ഒന്ന് ആയി വന്നപ്പോൾ ഞാൻ ബ്രിഞ്ചാലിട്ടു. പിന്നെ അതിന് മേലെ മഞ്ഞളിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കല്ലോ കേട്ടോ. ബ്രിഞ്ചാൽ അതിനൊക്കെ ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അറിയോ, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഉപ്പ് ആദ്യം ഇട്ടിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുഴകുഴാന്ന മാതിരി എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് വിട്ട് കിടക്കത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമാതിരി കുഴഞ്ഞ് പരുവത്തിലാവും. ഇതാകുമ്പോൾ സെപ്പറേറ്റ് പീസസ് ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കലും അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കും കേട്ടോ. സ്ലാബ് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തുടച്ച് കൊടുക്കുക. അതാകുമ്പം എല്ലാം കൂടി കഴിയുമ്പോൾ ഒത്തിരി വർക്കായിട്ട് നമുക്ക് തോന്നത്തില്ല. അതുപോലെ ബ്രിഞ്ചാൽ ആയിക്കഴിഞ്ഞ് ഓൾമോസ്റ്റ് അപ്പോൾ മോർ ദാൻ 3/4 കുക്കായി. അപ്പോൾ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കലാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഓവർ ഇങ്ങനെ ഫ്രൈ ആവുന്ന ഇഷ്ടമായിരിക്കത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ഫ്രൈ ആവണം. അതുകൊണ്ട് അതിന് പരുവത്തിലാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല കേട്ടോ. ഇതിപ്പോൾ ആയിക്കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പാത്രങ്ങൾ അധികം ഉണ്ടെങ്കിൽ തന്നെ സൈഡിലെ ലാസ്റ്റത്തേക്ക് എല്ലാം കൂടി വെക്കാതെ ഇടയ്ക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ സൈഡിലെ ചോറ് ആക്കാൻ വെച്ചിട്ടുണ്ട്. ചോറ് ഊറ്റിയെടുക്കലാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ ലക്ഷദ്വീപിൽ അങ്ങനെ ഊറ്റി എടുക്കലല്ല കേട്ടോ. കൂടുതൽ വീട്ടുകളിലും എൻ്റെ പരിചയത്തിലുള്ള അറ്റ്ലീസ്റ്റ് എൻ്റെ റിലേറ്റീവ്സ് കൂടുതൽ വീട്ടുകളിലും നമ്മൾ ചോറ് റൈസ് കുക്കറല്ലേ കറണ്ടിൽ വെക്കുന്ന, അതിലാണ് വെക്കൽ. അപ്പം ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ചെയ്ത് എനിക്കിപ്പം ഇതാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ ചോറിനുള്ള റൈസ് എടുത്തിട്ട് കഴുകി കൊടുക്കലാണ്. പിന്നെ സൈഡിൽ ദാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചല്ലോ, അതിനുള്ള തടുക്ക ഇടാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ദാൽ തടുക്ക എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടാക്കാം. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഓരോ സ്റ്റേറ്റിൽ ദാൽ തടുക്ക വേറെ രീതികളിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇതിപ്പോൾ ഞാൻ ബേസിക് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ബേസിക് ആയിട്ടുള്ള അധികം മസാല ഒന്നും ഇടാതെയാണ്. ജസ്റ്റ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കുക. എന്നിട്ട് ഇച്ചിരി ഉലുവ, അങ്ങനെ വേണം നിർബന്ധമില്ല, ഇച്ചിരി 2-3 ഉലുവ. പിന്നെ നമ്മുടെ എന്താ പറയുക, ഗാർലിക്ക് എണ്ണയിലിടുമ്പോൾ ഭയങ്കര ഫ്ലേവറാണ്. എണ്ണയിൽ ഭയങ്കര ഫ്ലേവർ, നല്ലൊരു അരോമ. അത് ഗാർലിക്കിൻ്റെ ഒരു ബേൺ ഗാർലിക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടല്ലോ, ഗാർലിക്കിൻ്റെ നല്ല ഓവർ എന്താ പറയുക ഡാർക്കാക്കുക അങ്ങനെയല്ല, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഭയങ്കര നല്ല ഫ്ലേവറാണ് വരിക. അപ്പോൾ അതിലേക്ക് ഗാർലിക് ഇട്ടു. പിന്നെ മറ്റേ മുളകല്ല റെഡ് ചില്ലി ഇട്ടു. പിന്നെ നല്ല തിൻലി സ്ലൈസ്ഡ്
ഓണിയൻ ഇടണം. ഓണിയന് പിശുക്ക് പിശുക്ക് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഓണിയന് നന്നായിട്ട് ഇപ്പം നമ്മൾ ഒരു കപ്പ് എന്താ പറയുക പരിപ്പ് എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ഓണിയന് സത്യം പറഞ്ഞാൽ 1.5 വലിയ ഓണിയൻ ഇടണം. പിന്നെ അതിലേക്ക് ഞാൻ കരിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ്, ബാംഗ്ലൂർ ടൊമാറ്റോ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, മേലിലോട്ട് ഇങ്ങനെ വന്നിങ്ങനെ കിടക്കണം, എണ്ണയും താളിച്ച എല്ലാം മേലേക്ക് വന്ന് കിടക്കണം. ഇത് ബേസിക് ദാലിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക എല്ലാത്തിനകത്തും, നല്ല ഫ്ലേവറാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നമ്മൾ ജസ്റ്റ് കൊറിയാണ്ടർ ഇടാനേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ ഒരു റെസിപ്പി, പൊട്ടറ്റോ ഫ്രൈഡ്. ഇത് നിങ്ങൾക്ക് ഈ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടെങ്കിലുണ്ടല്ലോ നോൺ വെജിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അതിനായിട്ട് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഒരു 3 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ഫിംഗർ ഒരു സ്റ്റൈലിൽ, മനസ്സിലായല്ലോ, അങ്ങനെ നമ്മുടെ എന്താ അതിന് പറയുന്നത്, പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ്, ആകെ കിട്ടുന്നില്ലല്ലോ പഠിച്ചോണെ, ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കട്ടിങ് അല്ല, അതിനേക്കാളും കുറച്ചുകൂടി തിക്കായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടിയും 2 ടീസ്പൂണ് കൊറിയാണ്ടർ പൗഡറും ഇച്ചിരി മഞ്ഞളും ഉപ്പും, ഗരം മസാല, മഞ്ഞൾ നിർബന്ധമല്ല, ഇടയ്ക്ക് ഞാൻ മഞ്ഞളിടും, ഇടയ്ക്ക് ഇടത്തില്ല. പിന്നെ ഗരം മസാല ഒരു ടീസ്പൂണ് എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ പൊട്ടറ്റോയുടെ വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പിടണേ ആവശ്യത്തിന്. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുത്താൽ മതി. പിന്നെ പൊട്ടറ്റോ ആയതുകൊണ്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഞാൻ വെച്ചാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് പൊട്ടറ്റോ ഇച്ചിരി ഒരു എനിക്ക് അതിൻ്റെ വലിയ നോളജ് ഇല്ല കേട്ടോ. എൻ്റെ ഒരു ഇതിലാണെങ്കിൽ പൊട്ടറ്റോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോയുടെ ആ ഒരു കളറ് ചേഞ്ച് വരും. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഞാൻ വെച്ചിട്ടില്ല, പെട്ടെന്ന് പൊരിക്കാനായിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ദാൽ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് എടുക്കാൻ നേരത്തെ കുറച്ച് കൊറിയാണ്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അതാ ദാൽ റെഡിയായി, ചോറ് ഊറ്റി, പിന്നെ ബ്രിഞ്ചാലും കഴിഞ്ഞ്. ഇനിയിപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്താൽ മതി. ഇതിന് ഞാൻ പറഞ്ഞ മാതിരി ബീഫ് ഫ്രൈയോ ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയുടെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ സോയയും പൊട്ടറ്റോയൊക്കെ സൈഡിലുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ വെക്കാം. എന്നും നോൺ വെജ് കഴിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ അതിനായിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനായിട്ട് ഇച്ചിരി ഫ്ലാറ്റ് പാൻ എടുക്കുക. അതായത് നമ്മൾ ബ്രിഞ്ചാൽ ഫ്രൈ ചെയ്ത ആ ടൈപ്പ് പാൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പൊരിക്കുന്ന പരുവത്തിൽ ഓവർ എണ്ണ ഒഴിക്കുന്ന ആവശ്യമില്ല. ഇച്ചിരി കടുക് താളിച്ചിട്ട് അതിലേക്ക് ഗാർലിക്കും ജിഞ്ചറും ചെറിയ ചെറിയ പീസായിട്ട് ഇടുക. എന്നിട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പൊട്ടറ്റോ ഇട്ട് എല്ലാം സെപ്പറേറ്റ് ഇടുന്നില്ല, എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇട്ടാലും മതി. എല്ലാം ഇങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഓവർലി അത് ലോഡഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം ഇറങ്ങിയിട്ട് ഇതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. ഇതിപ്പോൾ എനിക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പണികൾ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞു. അതാ പൊട്ടറ്റോ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക അതിനകത്ത്, ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടി. ബിക്കോസ് അത്യാവശ്യം നമ്മൾ മുളക് പൊടി ഇട്ടു, അപ്പം അത്യാവശ്യം മുളക് പൊടി ഇട്ടു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ബാലൻസിന് വേണ്ടി ടൊമാറ്റോ സോസ് ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് ലൈം ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇന്നത്തെ ലഞ്ച് മെനു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ പുതിയൊരു വ്ലോഗായിട്ട് വരാം. അസ്സലാമു അലൈക്കും.